പിന്നെ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്നറിയോ, നമ്മളെ വടകരയുള്ള സാൻഡ് ബാങ്ക്സിൽ നമ്മൾ പണ്ട് മുതലേ പെരുന്നാളിനും ഒക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത്. ബംഗ്ലാവ് ബംഗ്ലാവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് നമ്മൾ ആ പറഞ്ഞ ബംഗ്ലാവ്. ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ 1946 ആൽഫ്രഡ് വിൻസൻ റെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സായിപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ബംഗ്ലാവാണ് ഇത്. പിന്നെ ആദിത്യ ബിർള ഗ്രൂപ്പ് വാങ്ങി. ഇപ്പോഴും അവരുടെ ഓണർഷിപ്പിൽ തന്നെയാണ് ഈ ബംഗ്ലാവ് കിടക്കുന്നത്. ബാക്കിയുള്ള ഈ സാൻഡ് ബാങ്ക്സിൻ്റെ ഏരിയ മൊത്തം നമ്മുടെ വടകര മുനിസിപ്പാലിറ്റി ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ളത്. അവരാണിത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിപ്പോരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൂരാട് പുഴ അറബിക്കടലിലേക്ക് വന്ന് പതിക്കുന്നത് ഏരിയ ആണിത്. ഇതിൻ്റെ ആ സൈഡിലായിട്ട് ഒരു ഐലൻഡ് പോലൊരു ഭാഗം കാണാം. അതുപോലെ ഇവിടുത്തെ സൺസെറ്റ് സൂപ്പർ വ്യൂ ആണ്. അതുപോലെ ഈ പുഴ അറബിക്കടലിലേക്ക് പതിക്കുന്ന ആ ഏരിയയും അടിപൊളി വ്യൂ ആണ്. ഈ പണ്ട് ഇവർ ഈ ആദിത്യ ബിർള ഗ്രൂപ്പ് അവരുടെ ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് ഈ ബംഗ്ലാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല, അത് ശോഷിച്ച കോലത്തിലുള്ളത്. ഏതായാലും ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നല്ല സൺസെറ്റ് കാണാൻ അടിപൊളിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലം. നമ്മളെ വടകരയിലുള്ള തച്ചോളി ഒതേനൻ ജനിച്ച ജന്മനാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി ഏരിയ.